Today we will discuss about the linear approximation. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടാൻജന്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്താ നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ഫങ്ഷൻസുമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എഫ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? അതെന്ന് പറയുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ലീനിയറൈസേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ദെൻ ദ അപ്രോക്സിമേറ്റിംഗ് ഫംഗ്ഷൻ L of x equal to f of x naught plus f dash of x naught into x minus x naught is the linearization of f at x naught. അപ്പോൾ ഇതാണ് ലീനിയറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ the approximation f of x approximately equal to എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിമ്പിൾ f of x naught plus f dash of x naught into x minus x naught of f is the standard linear approximation of f at x naught. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈസ് നോൺ ആസ് ദ സെൻറ്റർ ഓഫ് ദ അപ്രോക്സിമേഷൻ. ഈ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇനി കുറച്ച് ഫങ്ഷൻസിൻ്റെ ലീനിയർ അപ്രോക്സിമേഷനും ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. നമുക്കൊരു റിമാർക്കും കൂടി ഉണ്ട്. But the above approximation can also be written as f of x naught plus delta x approximately equal to f of x naught plus f dash of x naught into delta x, or delta y approximately equal to f dash of x naught into delta x. എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ടും ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ടും ആയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്കിതിനെ എഴുതാം. നമ്മുടെ ഇതിൽ എറർ എന്ന് പറയുന്നത് അപ്രോക്സിമേഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ ആയിരിക്കില്ല, തമ്മിലുള്ള എറർ ഉണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ ദ എറർ ഇൻ ദ അബോവ് അപ്രോക്സിമേഷൻ ബിക്കംസ് ആർബിട്രറി സ്മോൾ കമ്പയർഡ് വിത്ത് ഡെൽറ്റ എക്സ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഡെൽറ്റ എക്സ് 0 ആകുമ്പോൾ ഈ എറർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ ആകുമ്പോൾ, തീരെ കുറവാകുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഷോ ദാറ്റ് ലീനിയർ അപ്രോക്സിമേഷൻ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ് ഈസ് എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3x naught സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ 1.03 ഓൾ ക്യൂബ് ആൻഡ് 1.003 ഓൾ ക്യൂബ് ആൻഡ് 1.0003 ഓൾ ക്യൂബ്. ഇൻ ഈച്ച് കേസ് കമ്പയർ വിത്ത് ആക്ച്വൽ വാല്യൂസ്. അപ്പോൾ ഓരോ കേസിലും ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എ പാർട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ ദെൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആണ്. ദെൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തൊരു 3x സ്ക്വയർ. ദെൻ ബൈ ലീനിയർ അപ്രോക്സിമേഷൻ വി ഗെറ്റ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ് ഈക്വൽ ടു, അപ്പോൾ എക്സിന് പകരം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ് ബൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആയി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെഴുതാം, നമ്മൾ ലാസ്റ്റ് റിമാർക്കിൽ കണ്ട പോലെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്താ എക്സ് നോട്ട് ക്യൂബ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 3x naught സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ല. ഇതല്ലേ നമുക്ക് കാണേണ്ടത്? അതെ. അപ്പോൾ therefore x naught plus delta x all cube equal to
അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ് കേട്ടോ ഇവിടെ. എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3x നോട്ട് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പം ഇനി ബി പാർട്ട് ചെയ്യാം. എത്രയുള്ള ആൻസർ പ്രൂവ് ചെയ്തു നമ്മൾ. ബി പാർട്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ 1.03 ഓൾ ക്യൂബ്, 1.003 ഓൾ ക്യൂബ് ആൻഡ് 1.0003 ഓൾ ക്യൂബ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം 1-ൽ നിന്നാണ് കൂടി പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.03 ആയിട്ട് എടുക്കാം. ദെൻ ഫ്രം എ പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 1.03 ഓൾ ക്യൂബ് ഈക്വൽ ടു 1 പ്ലസ് 0.03 ഓൾ ക്യൂബ് which is approximately equal to x naught cube അല്ലേ, 1 cube plus 3 into 1 square into 0.03 delta x ആണ് 0.03 ഇങ്ങനെ ഇടാം. which is equal to 3.1 സ്ക്വയറും 0.03യും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.9 കിട്ടും. which is equal to 1.09 ആണ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ബാക്കി രണ്ടും ചെയ്യാം. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ് ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ ദ ഫോളോവിങ് സ്ക്വയർ റൂട്ട്സ് യൂസിങ് ലീനിയർ അപ്രോക്സിമേഷൻ at x not equal to 16. In each case compare with the actual values. അപ്പോൾ എക്സ് നോട്ട് 16 ആയിട്ട് എടുത്തിട്ട് ഈ റൂട്ട്സ് ക്യൂബ് റൂട്ട്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കണ്ടായിരുന്നു, 2-3 പ്രോബ്ലംസ് ചെയ്തായിരുന്നു. അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് 16.016. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ റൂട്ട് എക്സ് എല്ലാത്തിൻ്റെയും റൂട്ടാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിട്ട് എടുക്കാം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്, എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. ദെൻ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ for all values of x greater than 0 and f dash of x equal to root x ന്റെ ഡെറിവേറ്റീവ് 1/2 root x. then by linear approximation നമുക്കറിയാം root of x naught plus delta x എന്ന് പറയുന്നത് ഇത് f of x naught plus delta x ആയിട്ട് എടുക്കാം. ഇത് f of x naught plus delta x ആണ്. അപ്പം അത് ഇതിനോട് ഈക്വൽ ആണ് അപ്രോക്സിമേറ്റ്ലി, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ഇവാലുവേറ്റ് ചെയ്യണം, അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് എന്താണ്, 16 ആണ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് എത്രയാ, 16ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും, 16ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 4 വരും. അതുപോലെ ഇവിടെ 4 വരും. നമുക്കതങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്കത് ഫങ്ഷൻസ് ഇത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജനറലായിട്ട് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിപ്പോൾ ഒരെണ്ണം മാത്രമല്ല എല്ലാത്തിനും നമുക്ക് ഇത് റിസൾട്ടായിട്ടൊന്ന് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, റൂട്ട് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൂട്ട് എക്സ് നോട്ട് പ്ലസ് 1/2
2√x0 ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇനി 4 പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പോൾ ഈ റിസൾട്ട് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സെയിം ഫംഗ്ഷനാണ്, x0ഉം സെയിം ആയതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ √16.016 ആണ്. അപ്പോൾ ഇവിടെ x0 എന്ന് പറയുന്നത് എന്താണ്? 16 ആണ് അല്ലേ. അപ്പോൾ 16നോട് കൂടെ എത്ര ആഡ് ചെയ്താലാണ് നമുക്കിത് കിട്ടുക, ഈ വാല്യൂ കിട്ടുക? 0.016 ആഡ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് ആ വാല്യൂ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0.016. അപ്പോൾ x0 പ്ലസ് ഡെൽറ്റ എക്സ് ആണ് ഈ ബ്രാക്കറ്റിലുള്ളത്, ഈ റൂട്ടിനുള്ളിലുള്ളത്. അപ്പോൾ ദെൻ ഫ്രം നമ്മൾ ഫസ്റ്റത്തെ നേരത്തെ ചെയ്ത അത് ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക കേട്ടോ. ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ നോട്ട് ചെയ്തില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? √16.016 ഈക്വൽ ടു ഇതിനെ നമുക്ക് 16 പ്ലസ് 0.016 എഴുതാം, which is approximately equal to √16 plus 1/2 √16 into delta x എന്ന് പറയുന്നത് 0.016, which is equal to √16 എന്ന് പറയുമ്പോൾ 4 plus 1/2 into 4 എന്ന് പറയുമ്പോൾ അല്ല, ഇവിടെ 4 ആണ്, 8 into 0.016. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുക 4.002. അപ്പോൾ √16.016 എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ നമ്മൾ എങ്ങനെ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നുള്ള അതിനൊരു മെത്തേഡാണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 16നേക്കാളും കൂടുതലാണ്, ഇത് 16നേക്കാളും കുറവാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √15.92 ആണ് നമുക്കിവിടെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ x0 എന്ന് പറയുന്നത് സെയിം തന്നെ, x0 ഈക്വൽ ടു 16 തന്നെ എടുത്തു. പക്ഷേ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്ത് എടുക്കണം? ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 15.92 കിട്ടണം. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്ത് വരണം? 16ൽ നിന്ന് 15.92 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുക, അതിൻ്റെ നെഗറ്റീവ് അല്ലേ. ഈ x0ഉം ഡെൽറ്റ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഈ 15.92ൽ നിന്ന് 16 കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? -0.08. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15.92 കിട്ടും അല്ലേ. അപ്പോൾ x0ഉം ഡെൽറ്റ എക്സും കിട്ടി. പിന്നെ നമ്മൾ then from equation 1 we get √15.92 equal to 16 plus -0.08ന്റെ റൂട്ട്, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്യുക. √16 plus 1/2 √16 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് -0.08. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും 4 plus 1/8 ഇൻറ്റു -0.08 കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാം 3.99. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം, അതിൻ്റെ കൂട്ടത്തിൽ 4 ആഡ് ചെയ്താലും മതി. 3.99 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 4.002 ആയിരുന്നു. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 4.0019999 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു എറർ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.99ഉം അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കുമ്പോൾ 3.9
8987 ആണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ, ഇത് ആക്ച്വൽ വാല്യൂ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ. ഇനി ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ പോയിന്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇൻറ്റിജേഴ്സ് ആണ് ഇത് തന്നേക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഏതൊരു നമ്പറിൻ്റെയും റൂട്ട് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ തന്നിട്ടുള്ള ഈ വാല്യൂവിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഫോർ 2/√0.99 പ്ലസ് 0.99 ഓൾ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ? ഫംഗ്ഷൻ ആയത് ഇപ്പം ഇത് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലീനിയർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇവിടെ 0.99 എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം ആണ് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.99 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചൂസ് ചെയ്യാണ്. ലെറ്റ് f of x equal to 2/√x പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.99 ആയിട്ട് എടുക്കുമ്പോഴുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ സോ ദാറ്റ് 2/, ഇത് ബ്രാക്കറ്റിൽ ചെയ്ത്, സോ ദാറ്റ് 2/√0.99 പ്ലസ് 0.99 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? f of 0.99 ആയിട്ട് എഴുതാം. f of 0.99 ആയിട്ട് ഇതിനെ നോട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? then f is differentiable and its derivative is f dash of x equal to d by dx of 2/√x plus x square. 2 into d by dx of 1/√x plus x square. അപ്പോൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ മാറ്റി എഴുതിയത്. ഇനി അടുത്ത റെസിപ്രോക്കൽ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 into 1/x ഫോമിലാണ് ഇതുള്ളത്. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു -1/√x പ്ലസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √x പ്ലസ് എക്സ് സ്ക്വയർ. √x പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ അല്ലേ? ഇൻറ്റു d by dx ഓഫ് √x പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് വാല്യൂറ്റ് ചെയ്യാം. എന്ത് വരും? which is equal to -2/√x plus x square all square into √xന്റെ ഡെറിവേറ്റീവ് 1/2√x പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? f dash of x കിട്ടും, which is equal to, കോമൺ ആയിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 1 + 4x√x ഡിവൈഡഡ് ബൈ 2√x കിട്ടും അല്ലേ? ഇത് ഞാനിവിടെ മാറ്റി എഴുതാൻ പോവാണ്. 1 + 4 അല്ല 2 × 2 4x√x ഡിവൈഡഡ് ബൈ 2√x ആണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക. -2 × 1 + 4x√x ഡിവൈഡഡ് ബൈ 2√x ഉണ്ട്. അപ്പോൾ 2√x ഇൻറ്റു √x പ്ലസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ. ഈ 2 നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. ബാക്കിയുള്ളത് 1 + 4x√x ഡിവൈഡഡ് ബൈ √x ഇൻറ്റു √x പ്ലസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ ഇത് f dash of x ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഈ
ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ദെൻ ബൈ ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/√x പ്ലസ് എക്സ് സ്ക്വയർ ആണ്, മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് എഴുതാൻ പോണേ, പ്ലസ് ആണ് ഇവിടെ വരിക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിന് ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് എഴുതി 1+4x√x ഡിവൈഡഡ് ബൈ √x ഇൻറ്റു √x പ്ലസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 0.99 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.99 ആണ്. അപ്പോൾ എക്സ് എന്തെടുക്കണം? എക്സ് 1ഉം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് -0.01 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.99 കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ലെറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു -0.01. ദെൻ 2/√0.99 plus 0.99 all square equal to ഇത് എഫ് ഓഫ് 0.99 ആണ് അല്ലേ? അതിനെങ്ങനെ എഴുതാം? എഫ് ഓഫ് 1 പ്ലസ് മൈനസ് 0.1 ഉള്ളൂ അല്ലേ? 0.01. അപ്പോൾ ഇനി ഇതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണിത്. അപ്പോൾ എക്സിന് പകരം ഈ ഇക്വേഷനിൽ എക്സിന് പകരമൊക്കെ 1 കൊടുക്കുക, ഡെൽറ്റ എക്സിന് പകരം -0.01 കൊടുക്കുക. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2/√x പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1+4x√x divided by √x into √x plus x square all square into delta x. അപ്പോൾ ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് വാല്യൂ 1 വിച്ച് ഈസ് ഈക്വൽ ടു 2/x 1 ആണ്. അപ്പോൾ 1 + 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 കിട്ടും. 2/2 മൈനസ് 1+4 x എന്ന് പറയുന്നത് 1 ആണ്. 4 × 1 വരും അല്ലേ? 1+4 ഡിവൈഡഡ് ബൈ ഇവിടെ 1, ഇവിടെ 1 + 1 സ്ക്വയർ എന്ന് പറയും. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. 4 ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് -0.01. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 2/2 എന്ന് പറയുന്നത് 1, ഇവിടെ മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി. പിന്നെ ഇവിടെ 5/4 × 0.01. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.0125. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 2/√0.99 plus 0.99 all square എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.0125. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ഫംഗ്ഷൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എന്ത് ചെയ്യണം, ഒത്തിരി നേരം ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. √0.99 ഒക്കെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ?
അപ്പോൾ ഇത് ഡയറക്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക.